സ്നേഹ ഹൗസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം നാളെയാണ് വരുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കാനുള്ളതാണ്. ഒരുപാട് കുട്ടികൾ ടെൻഷനിലായിരിക്കും, 2 എക്സാം ഒരുമിച്ച് എന്താ ചെയ്യുക, ഫുള്ള് പുക പോകുന്നു. ഒന്നും പേടിക്കണ്ട, ഹിന്ദിയിൽ കുറച്ചെങ്കിലും മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഫുള്ള് മക്കൾ കണ്ടാൽ മതി. സൂപ്പറായിട്ട് മാർക്ക് കിട്ടും കേട്ടോ. നന്നായി പഠിച്ചവർക്കും കാണാം, പഠിക്കാത്തവർക്കും കാണാം. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇത്. നമ്മുടെ ഫോർമാറ്റുകൾ മുഴുവൻ ഇന്ന് നമ്മൾ പറയാൻ പോവാണ്. ഹിന്ദിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ ഫോർമാറ്റുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് മതി നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കറക്റ്റ് ഐഡിയ മിസ് ഉണ്ടാക്കി തരാം. നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ്. ഖിഡ്കി എന്ന് പറയുന്ന കഹാനി ഉണ്ട്, ഹൈക്കു ഉണ്ട്, റെയിൻ ബസേരമേ എന്ന് പറയുന്ന ഒരു കഹാനി ഉണ്ട്, പിന്നെ എന്താണ് യാത്രാവൃത്ത് ഉണ്ട്, മേരി ദുനിയാക്കി തമാം ബച്ചി എന്ന് പറയുന്ന എന്താണ് കവിതയുണ്ട്, വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന കഹാനിയും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചിലപ്പോൾ ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സ് ഒന്നും ചില സ്കൂളുകളിൽ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോർമാറ്റ് നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം എന്താണ്, ഏതിൽ നിന്ന് വേണമെങ്കിലും ഡയറിയും ലെറ്ററും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്തൊക്കെ മിസ്റ്റേക്ക് വരാം ഹിന്ദി എക്സാമിൽ, എന്തൊക്കെയാണ് നമുക്ക് 4 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ പറയാനുണ്ട്, മലയാളത്തിൽ ഇത് ഇതൊക്കെയാണ് വരുന്നത് എന്ന് പറയാം, ഡിസ്കോഴ്സുകൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇല്ലേ. അതേപോലെ ഹിന്ദിയിൽ വരാൻ ചാൻസ് ഉള്ള ആളുകളാണ് ഇത് മുഴുവൻ കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇത് മുഴുവൻ നിങ്ങൾ പഠിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ നിങ്ങൾ പഠിക്കണം. ഇപ്പൊ ഒരു തീരുമാനമായിട്ടുണ്ടാവും അല്ലെ, അയ്യോ എനിക്ക് ഇതൊന്നും അറിയാൻ പാടില്ലേ എന്നുള്ളൊരു ഇതിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ പേടിക്കണ്ട, നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം കേട്ടോ. അതായത് ഡയറി നിങ്ങൾക്ക് വരും. ഡയറി ഏത് കഥാപാത്രം വേണമെങ്കിലും ഡയറി എഴുതാം. പത്ര മീൻസ് എന്താണ്, ലെറ്റർ ആണ്. പല മക്കൾക്കും ഈ പത്രവും റിപ്പോർട്ടും തമ്മിൽ എന്തായി മാറിപ്പോവാറുണ്ട്. പത്രം എന്ന് വിചാരിക്കും, മക്കൾ വിചാരിക്കും പത്രവാർത്തയാണ്. അല്ല, പത്രം എന്ന് വെച്ചാൽ ലെറ്റർ ആണ്. ഖത്ത് എന്നുള്ള പേരിലും വരും, പത്രം എന്ന പേരിലും വരും. ഏത് പേരിൽ വന്നാലും ലെറ്റർ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെന്താണ്, റെപ്പട്ട് വരാൻ ചാൻസ് ഉണ്ട്, റിപ്പോർട്ട് വരാൻ ചാൻസ് ഉണ്ട്, സമാചാർ എന്നും അത് ചോദിക്കാറുണ്ട്. സമാചാറും റെപ്പട്ടും ഒന്ന് തന്നെയാണ്. എന്താണ്, റിപ്പോർട്ട് എഴുതാനാണ്, പത്രവാർത്ത എഴുതാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പോസ്റ്റ് ചോദിക്കാം, ആശയം എഴുതാൻ വേണ്ടി ചോദിക്കും. പിന്നെന്താണ്, പിരമിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. പിരമിഡ് അതായത് വാക്യക്ക് വിസ്താർ കരെ എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഒന്നുമില്ല, ചുവന്ന പൂവ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചുവന്ന പൂവ്, മുറ്റത്തെ ചുവന്ന പൂവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലുതാക്കി എഴുതില്ലേ, അതാണ് വാക്യ വിസ്താർ കരന അല്ലെങ്കിൽ പിരമിഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, വാർത്താലാപാണ്. വാർത്താലാപ് എന്ന് വെച്ചാൽ കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷനും വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും വരുന്ന ഒരാളാണ് എന്ത്, പട്കഥ. ഇത് നമ്മുടെ എന്താണ് മിനി മാരത്തോണിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എൻ്റെ മക്കള്, എന്തായാലും ഇതിന്റെ ഫോർമാറ്റ് ഒന്ന് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നിർബന്ധമായിട്ടും വരും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് പഠിച്ചിട്ട് പോകുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും വാരി വലിച്ച് പഠിക്കണ്ട. ഹിന്ദിയില് ഒത്തിരി ലോജിക്ക് അനുസരിച്ച് ഫോർമാറ്റ് ഒക്കെ പഠിച്ച് കഥേനെ കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹിന്ദി. അപ്പൊ എന്ത് ചെയ്താൽ മതി, കുറച്ച് ബുദ്ധിപരമായി നമുക്ക് എന്ത് ചെയ്യാം, നീങ്ങാം. ഓരോന്നിന്റെയും ഫോർമാറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലെ. ഓക്കെ, ഡയറി എന്ന് പറയുന്ന സംഭവം എന്താണ്, നമ്മൾ അന്നേ ദിവസം ഏതെങ്കിലും ഒരു കഥാപാത്രം എന്താണ്, എല്ലാ കഥാപാത്രങ്ങളും എഴുതിട്ടോ, എന്തോ വലിയ സംഭവം നടന്നെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ഒരു ഡയറി അല്ലെ. ഡയറി വരാൻ ചാൻസ് ഉള്ള നമുക്ക് എവിടെ നിന്നൊക്കെയാണ്, ഒന്ന് ഖിഡ്കി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും പതിയും പത്നിയും ഉള്ള ഒരു ഒന്നല്ലേ. പതി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഭർത്താവ് ചിലപ്പോൾ ഒരു ഡയറി എഴുതാം. ചിലപ്പോൾ പത്നി അന്ന് രാത്രി പോയിട്ട് ഞാൻ ഷോളൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു ഡയറി എഴുതാം. അതേപോലെ റെയിൻ ബസേരമയിൽ എന്താണ്, നമ്മുടെ ലേഖകൻ എന്താണ്, അന്നുണ്ടല്ലോ ഉണ്ടായ നടന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരുന്നു പറഞ്ഞിട്ട് ഒരു ഡയറി എഴുതാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയും ഡയറി വരാം. പിന്നെ എന്താണ്, വൈറ്റ് ക്യാപ്പിൽ നിന്നും എന്ത് വരാം, കേശവിന്റെയോ ക്യാപ്റ്റന്റെയോ എന്താണ് ഒരു ഡയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏത് കഥാപാത്രം വേണമെങ്കിലും ഡയറി എഴുതാം. കഥാപാത്രങ്ങൾ ഏതും ആവട്ടെ, സിറ്റുവേഷൻ ഏതും ആവട്ടെ, ഫോർമാറ്റുകളൊക്കെ ഒന്ന് തന്നെ. പക്ഷെ അവരുടെ സങ്കടമാണോ സന്തോഷമാണോ എന്നുള്ള കാര്യം മാത്രം മക്കൾ നോക്കിയാൽ മതി. സങ്കടമാണെങ്കിൽ വേറെ ടൈപ്പ് ഡയറിയാണ്, സന്തോഷമാണെങ്കിൽ വേറെ ടൈപ്പ് ഡയറിയാണ്. 2 നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫോർമാറ്റിന് മാത്രം മക്കളെ ഡയറിക്ക് 4 മാർക്കിനാണ് വരാറ്. അതിലെ ഫോർമാറ്റ് മാത്രം നിങ്ങൾ എഴുതി പിന്നെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു കഥയുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 2-2.5 മാർക്ക് അവിടെ വീഴും. അതുകൊണ്ട് ഫോർമാറ്റ് പഠിക്കാതെ പോകരുത്. ശ്രദ്ധിക്കുക, എന്താണ്, ഡയറി എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് എഴുതിയിട്ടുണ്ടാവണം, ഡേറ്റ് എഴുതിയിട്ടുണ്ടാവണം, പിന്നെ ടൈം എഴുതിയിട്ടുണ്ടാകണം, പിന്നെ എന്ത് വേണം, ഡേയും എഴുതിയിട്ടുണ്ടാകണം. ഓക്കെ, ഡേറ്റ്, ടൈം,
ഡേ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവണം. ടൈം എഴുതുന്ന സമയത്ത് 9 ബജെ 9 മണി എന്നുള്ള പോലെ എഴുതണം. ബജെ എന്നുള്ള ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുതേ. എത്ര മണിക്കാണ് ഡയറി എഴുതുന്നത് എന്നുള്ളതാണ് ടൈം എഴുതുന്നത് നല്ലതാണ് കേട്ടോ ഡയറിയിൽ. ഓക്കെ, നമ്മൾ പറയുന്നത് എന്താണ്? സന്തോഷമുള്ള ഡയറിയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? നല്ല സന്തോഷമുള്ള ഡയറിയാണ്. സന്തോഷമാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഡയറി വരിക? ശ്രദ്ധിച്ചേ. ആജ് കാ ദിൻ മേ കൈസേ ഭൂലും. നമ്മൾ തുടങ്ങാണേ. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും? അതേപോലെ തന്നെ സെന്റൻസ് പഠിച്ചു വെച്ചോളാം. ഒരു കഥാപാത്രത്തിന് വന്ന് നടന്ന കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല. അത് ചെറിയ എന്തെങ്കിലും കഥയാണെങ്കിൽ പോലും മറക്കാൻ പറ്റില്ല. കേസേ ഭൂലും, എങ്ങനെ മറക്കും എന്ന് നമ്മൾ എഴുതാണ്. ആജ് ഇന്ന് ഖുഷി കാ ദിൻ ത. ഇങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത്. ഖുഷി കാ ദിൻ ത എന്താണ്? സന്തോഷമുള്ള ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. നമ്മുടെ കഥാപാത്രത്തിന് സന്തോഷമാണെങ്കിലാണ് ഈ ഡയറി എഴുതേണ്ടത് കേട്ടോ. സങ്കടമാണെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ് എഴുതേണ്ട ഫോർമാറ്റ്, അത് ആലോചിക്കണം. ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമായിരുന്നു. ആജ് എന്നുള്ളത് തന്നെ എഴുതണം. ചില ആൾക്കാർ ഇസ് ദിൻ എന്നൊക്കെ എഴുതാറുണ്ട്, അത് എഴുതരുതേ. ആജ് എന്ന് വെച്ചാൽ ഇന്ന് എന്നുള്ള അർത്ഥമാണ്. അതേപോലെ തന്നെ മേരാ മൻ ബഹുത് ഭർ ഗയാ ഹെ. എന്റെ മനസ്സിന്ന് ഒരുപാട് ഭർ ഗയാ ഹെ എന്നാണ്? നിറഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള സന്തോഷമാണ് എനിക്കുണ്ടായത്. അതേപോലെ തന്നെ ഇതനാ ഖുഷി, എത്രത്തോളം എഴുതാൻ പറ്റുക അത്രത്തോളം നീട്ടി എഴുതുക. ഫസ്റ്റത്തെ ഇൻട്രോട്ടോ, ഫസ്റ്റത്തെ ഭാഗം നോക്കിക്കേ. ഇതനാ ഖുഷി, ഇത്രയും സന്തോഷം. ജിന്ദഗി മീൻസ് എന്താണ്? ലൈഫാണ് കേട്ടോ. ലൈഫിൽ പെഹലി ബാർ ആയ ഹെ, ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യത്തെ ഭാഗത്ത് എഴുതാം സന്തോഷമാണെങ്കിൽ. എന്നിട്ടാണ് നമ്മുടെ കഥാപാത്രത്തിന് അന്ന് എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഈ വര ഇട്ടച്ചാൽ ടീച്ചേഴ്സ് മാർക്ക് തരത്തില്ല. ഈ വരയുള്ള ഭാഗത്ത് എന്ത് എഴുതണം? കഥാപാത്രത്തിനനുസരിച്ച് അന്ന് എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം എഴുതാം. ഇപ്പൊ പതിയുടെ ഡയറിയാണ്. ഖിടിക്കി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കഥയിലെ പതി ഭർത്താവിന്റെ ഡയറി ആണെങ്കിൽ ഭർത്താവ് എന്ത് പറയും? അവന് ചിലപ്പോൾ സങ്കടമായിരിക്കും അല്ലേ. അവൻ എന്ത് പറയും? ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, ഹോഷിയാപൂറിൽ നിന്ന് ഞങ്ങൾക്ക് ഷാദിയുടെ ബുലാവ് വന്നിട്ടുണ്ടായിരുന്നു, ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്, ഖജറാരി അങ്കോംവാലി യുവതീനെ കണ്ടു, ഷോള് മേടിച്ചു എന്റെ പത്നി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ നടുവില് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പൊ നോക്കാം, ഫോർമാറ്റ് എഴുതിയിട്ട് കഥയിലെ ഏകദേശ രൂപം എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതി വെക്കുക. അങ്ങനെ എഴുതിയാൽ തന്നെ നമുക്കൊരു ഇത്തിരി മാർക്ക് കിട്ടും. അപ്പൊ നോക്കാം, ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറി കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? യേ മേരെ ജീവൻ കാ, ഇത് എന്റെ ജീവിതത്തിലെ, എന്റെ ലൈഫിലെ ഏക് അവിസ്മരണീയ ദിൻ താ. അവിസ്മരണീയ ദിൻ താ എന്നാണ് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി മക്കള്. അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണേ. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം, മേരെ ലിയെ, എന്നെ സംബന്ധിച്ചിടത്തോളം, ഹമേഷ എന്ന് വെച്ചാൽ എപ്പോഴും, യാദ്ഗാർ രഹേഗ, ഓർമ്മ നിൽക്കും എന്നുള്ളത് പോലെ എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അവിസ്മരണീയ എന്നും എഴുതാം, യാദ്ഗാർ രഹേഗ എന്നും എഴുതാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏതാണോ പഠിക്കാൻ ഈസി അത് എഴുതിയേക്കുക, അത് പഠിച്ചു വെക്കുക. ഇതാണ് സന്തോഷമുള്ളപ്പോഴുള്ള നമ്മുടെ ഡയറി എന്ന് പറയുന്നത്. ഇനി സങ്കടമാണെങ്കിലും മൊത്തം സാഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഡയറി? ഒരു വ്യത്യാസവും ഇല്ല. നോക്കിക്കേ, ഡേറ്റ് എഴുതുക, ടൈം എഴുതുക, ഡേ എഴുതുക. ഇവിടുത്തെ കുറച്ച് ആൾക്കാരെ മാത്രം മാറ്റി കൊടുത്താൽ മതി. എങ്ങനെയാണ്? ആജ് കാ ദിൻ മേ കൈസേ ഭൂലും. സങ്കടമാണെങ്കിലും അന്നത്തെ ദിവസം നമുക്ക് മറക്കാൻ പറ്റില്ല. കൈസേ ഭൂലും, എങ്ങനെ മറക്കും എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, എന്നിട്ട് കുറച്ച് കുത്തൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരുപാട് ഇമോഷൻ ഉണ്ടെന്ന് കരുതിക്കോട്ടെ. ഓക്കെ, ആജ് കൈസേ ദിൻ താ, ഇന്ന് എങ്ങനെയുള്ള ദിവസമായിരുന്നു, അതായത് വൃത്തിയിട്ട ഒരു ദിവസമായിരുന്നു എന്നുള്ള പോലെ പറയാണ്. കൈസേ ദിൻ താ, ഇങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഇത്നാ ബുറാ ദിൻ, ഇത്രയും ബൂര എന്നുള്ളത് എഴുതാട്ടോ. ബുറാദിൻ നോക്കുക, ഇത്രയും ബുറാദിൻ. ബുറ മീൻസ് എന്താണ്? മോശം ദിവസം കേട്ടോ. ഇത്രയും മോശം ഒരു ദിവസം ജിന്ദഗിമേ, നമ്മൾ നേരത്തെ പഠിച്ച സാധനം തന്നെ, ലൈഫിൽ എന്താണ്? ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. എന്നിട്ട് അന്നത്തെ സങ്കടമുള്ള സ്റ്റോറി മൊത്തം എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ എഴുതുന്നു. ബ്ലാ 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 ബ്ലാ, അങ്ങനെ ഉണ്ടായി, ഫുള്ള് സങ്കടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ എഴുതുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്താണ്? എല്ലാ ഡയറിക്കും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, യാ മേരെ ജീവൻ കാ ഏക് അവിസ്മരണീയ ദിൻ താ, ഇത് എന്റെ ജീവിതത്തിലെ അവിസ്മരണീയായിട്ടുള്ള ഒരു ദിൻ താ, ദിവസമായിരുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം, മേരെ ലിയെ എന്തായിരുന്നു? ഹമേഷ യാദ്ഗാർ രഹേഗ. മിസ് ഇവിടെ എഴുതിയ പോലെ തന്നെ എന്നും ഓർമ്മ നിൽക്കും എന്നുള്ളത് എന്ത് ചെയ്യുക? എഴുതിക്കോളാം. ഇതാണ് നമ്മുടെ ഡയറി എന്ന് പറയുന്നത്. ഡയറി ആരതൊക്കെ വരും എന്നുള്ളത് ആലോചിച്ചോളാം. ഖിടിക്കി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വരാം, റെയിൻ ബസേരയിൽ നിന്ന് വരാം, വൈറ്റ് ക്യാപ്പ് എന്ന്
വരാം, ഇതിന് ഏതെന്ന് വേണമെങ്കിലും നമുക്ക് ഡയറി വരാം. കഥാപാത്രത്തിനനുസരിച്ച് മാറുകയുള്ളൂ. ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ഡയറി വന്നാലും ലെറ്റർ വന്നാലും ഒരു ഏകദേശ സമ്മറി പോലെ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ടെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സമ്മറി പോലെ എന്തെങ്കിലും എഴുതി വെക്കുക. പിന്നെന്താണ്, ഒരു ഫോർമാറ്റ് പഠിക്കുക. അതാണ് സംഭവം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായി, നമ്മുടെ ഡയറിയുടെ ഫോർമാറ്റ് ഇവിടെ ഓക്കെ ആയി. അടുത്ത ആൾ എന്താണ്, ലെറ്റർ ആണ്. ലെറ്റർ ചോദിക്കും. ലെറ്റർ ആണ് ഇതിന്റെ മെയിൻ ആളെന്ന് പറയുന്നത്. കാരണം ലെറ്ററിന്റെ ഫോർമാറ്റിന് മാത്രം മക്കളെ 2.5 മാർക്കാണ്. 2 മാർക്ക് 2.5 മാർക്ക് ഫോർമാറ്റ് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശ രീതിയിൽ കിട്ടും. ഇനി നടുവിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കല്ലോ, ഇങ്ങനെ കഥാപാത്രത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചാലും 4ൽ 3 മാർക്ക് കിട്ടാനുള്ള ആൾ എവിടെ ഉണ്ട്, ലെറ്ററിലുണ്ട്. ലെറ്ററിന്റെ ഫോർമാറ്റ് എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, പഠിക്കാതെ പോകരുത്. എന്തായാലും പഠിക്കണം. സാധാരണ നമ്മുടെ ഹിന്ദിയിൽ നമുക്ക് ഫ്രണ്ടിനാണ് കത്തെഴുതാൻ വരാറ്. എന്താണ്, ഫ്രണ്ടിന്, മിത്രത്തിന്, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് പരിചയമുള്ള, അതായത് ഒരു വലിയ ഒരു റെസ്പെക്റ്റഡ് പേഴ്സണിന് എന്താണ് കത്തെഴുതാനൊന്നും വരത്തില്ല. നമ്മളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ആരോടെങ്കിലും കത്തെഴുതാൻ വേണ്ടി മാത്രമേ പറയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ലെറ്റർ മക്കൾ പഠിച്ചാൽ മതി. അങ്ങനത്തെ ഒരു ലെറ്ററിന്റെ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി. ഫ്രണ്ടിന് എഴുതുന്ന, ഓക്കെ അല്ലേ. ഇപ്പൊ അച്ഛൻ എഴുതുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ഏകദേശ രീതിയിൽ നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. മിത്രന് ഒരു കത്ത് എങ്ങനെ എഴുതാം, എവിടെ നിന്നൊക്കെ വരും, ഡയറി എവിടെ നിന്നൊക്കെ വരുമോ അവിടെ നിന്നൊക്കെ ലെറ്ററും വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. അന്ന് പോയിട്ട് ലെറ്റർ എഴുതിയാലും പോരെ, ലെറ്റർ എഴുതും ഫ്രണ്ടിന്, ഇങ്ങനെ നടന്നിട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഗിരിക്കിന്നാണെങ്കിൽ എന്താണ്, അന്ന് ട്രെയിൻ യാത്രയെ കുറിച്ചിട്ട് നമ്മുടെ ഭർത്താവ് എന്ത് ചെയ്യാണ്, തന്റെ ഫ്രണ്ടിന് ഒരു കത്ത് അയക്കാണ്. ഞാൻ കച്ചരാരി ആംഖോം വാലി യുവതീനെ കണ്ടു, എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വന്നു, ഹോഷിയാർപൂരിലേക്കുള്ള യാത്രയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് എഴുതുകയാണ്. അപ്പം ആ കത്തിന്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കുക. ആ ഒരു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എഴുതി വെക്കുക. റെയിൻ ബസേരമേന്നും അങ്ങനെ തന്നെയായിരിക്കും. അന്ന് രാത്രി ഉണ്ടല്ലോ ഒരു പാഗലാത്മീനെ ഞാൻ കണ്ടു. പക്ഷെ എന്താണ്, അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാൻ, ബഹുമതിയായിരുന്നു ആ ഒരു 20 പൈസയുടെ 20 പൈസയുടെ സിക്ക എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതുകയാണ്. അതേപോലെ തന്നെ വൈറ്റ് ക്യാപ്പ് എന്നും എന്ത് വരാം, നിങ്ങൾക്ക് ലെറ്റർ വരാം. അന്നത്തെ അനുഭവങ്ങൾ, നമ്മുടെ കേശവിന്റെ ഒക്കെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു പത്ര ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റിയിട്ടുള്ള പത്രിന്റെ ഫോർമാറ്റ് ആണ് മക്കളെ ഇത്. ശ്രദ്ധിച്ചേ, എന്താണ്, എഴുതുന്ന സമയത്ത് ഡയറി ആവട്ടെ ലെറ്റർ ആവട്ടെ ബോക്സ് വരച്ചിട്ടേ മക്കൾ എഴുതാവൂ. ബോക്സ് നിർബന്ധമായിട്ടും വരയ്ക്കണം കേട്ടോ. ഇപ്പൊ അഥവാ ഇതാണ് നിങ്ങളുടെ പേപ്പർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്ത്, ഇവിടെ നിന്നും തുടങ്ങരുത്, ഈ സൈഡിൽ നിന്നും തുടങ്ങാൻ പാടില്ല. ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്, ഫുൾ കാണുന്ന വിധത്തില്. ലെറ്റർ ഒക്കെ എഴുതുന്ന സമയത്ത് ഇവിടുന്ന് തുടങ്ങരുത്. മനസ്സിലായോ മക്കള്? അതായത് സൈഡിൽ നിന്ന് ചെറുതാക്കി എഴുതാതെ കുറച്ച് വലുതാക്കി വിസ്തരിച്ചിട്ട് എഴുതാൻ നോക്കട്ടോ. ഓക്കെ, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പ്ലേസും ഡേറ്റും ആണ്. പ്ലേസ് ആൻഡ് ഡേറ്റ് നിർബന്ധമായിട്ടും ഈ സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ടാവണം. പ്ലേസ് ആൻഡ് ഡേറ്റ് ഈ സൈഡിലായിട്ട് നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടാവണം. അതായത് നിങ്ങൾ എഴുതുന്ന ഈ ഒരു ഭാഗത്ത് എന്നുള്ള ആലോചിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ റൈറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. സ്ഥാൻ, ഓക്കെ, ഡേറ്റ്. ഇനിയിപ്പോ അഥവാ പ്ലേസിന്റെ പേരൊന്നും മക്കൾ എഴുതണമെന്നില്ല, സ്ഥാൻ എഴുതി വെച്ചാൽ മതി. സ്ഥാൻ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി, പ്ലേസ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മള് ഫ്രണ്ടിനാണല്ലോ കത്ത് എഴുതുന്നത്. പ്രിയമിത്ര, പ്രിയപ്പെട്ട മിത്രമേ എന്നൊക്കെ എഴുതിയിട്ട് ഒരു കോമയൊക്കെ ഇടാം. എന്നിട്ട് നമ്മൾ തുടങ്ങുകയാണ്. തും കേസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്, നിനക്ക് സുഖമാണോ? ഇത് അങ്ങനെ പഠിച്ചു വെച്ചോളൂ. ഇത് ഒരു കാരണവശാലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ പഠിക്കേണ്ട കാര്യമാണ് ഇത്. ചിലപ്പോ എന്താണ്, തും കേസേ ഹേ എന്നൊക്കെ ആയിപ്പോവും. തെറ്റാണ്. തുമ്മിന് കൂടെ ഹോ മാത്രമേ വരുള്ളൂ. തും കേസേ ഹോ എന്ന് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് എന്ത് ചെയ്യണം എന്റെ മക്കൾ, അത് എഴുതണം. തും കേസേ ഹോ, നീ എങ്ങനെയുണ്ട്, നിനക്ക് സുഖമാണോ എന്നുള്ള പോലെ ചോദിക്കുകയാണ്. മേ യഹാ ടീക് ഹും, ഞാൻ എന്താണ് ഇവിടെ ടീക്കും, ഞാൻ ഇവിടെ ഓക്കെ ആണ്. ലെറ്റർ ആണല്ലോ, ഞാൻ ഇവിടെ ഓക്കെ ആണ്, നിനക്ക് എങ്ങനെയുണ്ട് എന്നുള്ള ചോദിക്കും. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ സുഖവിവരങ്ങളാണ് അന്വേഷിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എഴുതേണ്ട ഭാഗമാണ് എന്ത്, മേ യഹ് പത്ര, ഞാൻ ഈ ഒരു പത്ര, ഈ ലെറ്റർ എന്ന് പറയുന്നത് ഏക് വിശേഷ് ബാത്ത് ബത്താനെ കേ ലിയേ ലിഖ് രഹാ ഹൂം, ഒരു വിശേഷപ്പെട്ട ബാത്ത് ബത്താനെ കേ ലിയേ, കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ എഴുതുന്നു. അതായത് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യം പറയാനായിരിക്കില്ല ലെറ്റർ എഴുതുന്നത്. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. പാരഗ്രാഫ് തിരിച്ചിട്ട് വേണം ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു, ഒരു വിശേഷപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത് എന്ന് പറഞ്ഞ് നിർത്തിക്കോളാം. രണ്ടാമത്തെ സെക്കൻഡ് പാരഗ്രാഫിൽ വേണം മക്കൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട്,
നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അതായത് കഥാപാത്രത്തിന് ഉണ്ടായ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ ഒരു അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവങ്ങൾ മൊത്തം ഇവിടെയാണ് മക്കളെ എഴുതേണ്ടത്. കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പേ ഞാൻ എന്താണ് ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് എന്താച്ചാൽ എഴുതി വെച്ചോളാം. പതിയാണെങ്കിൽ എന്താണ് ഹോഷിയാർപൂരിൽ നിന്നും ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് ഒരു യാത്ര പോയി, യുവതീനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതുക. മറ്റേതാണെങ്കിൽ എന്താണ് പാഗലാത്മീനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു സംഭവങ്ങൾ എന്താണോ അനുഭവം ഉണ്ടായത് ആ അനുഭവങ്ങൾ മുഴുവൻ നമ്മൾ എഴുതി വെക്കുക. ഒരുപാടൊന്നും വലിച്ചു വാരി എഴുതണ്ട, ഡയറി പോലെ കുറച്ച് ചുരുക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഫോർമാറ്റിൽ തന്നെ കുറച്ച് അധികം മാർക്ക് നമുക്കുണ്ട്. അപ്പം ചുരുക്കി എഴുതാ, അധികം ലോങ് ആക്കാതെ പോവുക, നമ്മുടെ സമയം കളയാത്ത വിധം നിങ്ങൾ ലെറ്റർ എഴുതുക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ 3rd പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഫ്രണ്ടിന്റെ ആർക്ക് കുടുംബക്കാരൊക്കെ ഒന്ന് അന്വേഷിക്കണം അല്ലെ. സബ്കോ മേരാ പ്യാർ കഹ്ദേന, എല്ലാവരോടും എന്റെ പ്യാർ കഹ്ദേന, എന്റെ ഇഷ്ടം അറിയിക്കണം, ഇഷ്ടം പറയണം എന്ന് നമ്മൾ എന്തായാലും പറയണം. കാരണം നമ്മുടെ സുഹൃത്തിനാണ് നമ്മൾ കത്തെഴുതുന്നത് അല്ലെ. സബ്കോ മേര, എല്ലാവരോടും എന്റെ പ്യാർ കഹ്ദേന, പ്യാർ ഒന്ന് അറിയിക്കണം കേട്ടോ, പറയണം കേട്ടോ എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ജവാബി പത്രയ്ക്ക് പ്രതീക്ഷ കർ രഹാ ഹൂം. ജവാബി പത്ര, ജവാബി പത്രം എന്ന് വെച്ചാൽ എന്താണ്? മറുപടി കത്താണ് കേട്ടോ. എന്താണ്? മറുപടി കത്താണ്. നമ്മളൊരു മറുപടി കത്ത് പ്രതീക്ഷിക്കല്ലോ, അതിന് ജവാബി പത്രം എന്നാണ് പറയുന്നത് കേട്ടോ. മറുപടി കത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നിർത്താം. ഓക്കെ, ഹുമ്മാണ് ലാസ്റ്റ് വരുന്നത്, അതും ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ 3rd പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് നമ്മുടെ ലെറ്റർ അങ്ങ് നിർത്താൻ പാടില്ല. അത് കഴിഞ്ഞിട്ടും കുറച്ച് ആൾക്കാരുണ്ട്, അവരും കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ ലെറ്റർ പൂർത്തിയാകുള്ളൂ. നോക്കിക്കേ ആരൊക്കെയാണ്? തുമാറാ മിത്ര, നിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ആരാണോ ലെറ്റർ എഴുതുന്നത്. ഞാനിപ്പോ കുട്ടൂസൻ എഴുതുന്ന വെച്ചാൽ എന്താണ്? ഞാൻ എന്റെ പേരാണ് ഇവിടെ എഴുതുക. എന്താണ്? എന്റെ പേരാണ് ഇവിടെ എഴുതുക. കുട്ടൂസൻ അയക്കുന്നത്. ഇപ്പൊ പതി എന്താണ്? നമ്മുടെ പതിയുടെ ഫ്രണ്ട്, നമ്മുടെ ഖിടിക്കി എന്ന് പറയുന്ന പാഠത്തിലെ നമ്മുടെ പതിയുടെ ഫ്രണ്ടാണ് മനോഹർ എന്ന് വിചാരിക്കുക. അപ്പൊ മനോഹറിനാണ് ലെറ്റർ അയക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമ്മൾ എഴുതുക? ആ പതി എന്ന് എഴുതി കൊടുത്താൽ മതി. ആരാണോ ലെറ്റർ അയക്കുന്നത് അവരുടെ പേരായിരിക്കണം ഇവിടെ. നമുക്കറിയാം, നമ്മൾ കുഞ്ഞുനാൾ മുതലേ ലെറ്റർ അയക്കുന്ന അല്ലെ. പിന്നെ മക്കളെ, നിങ്ങൾ എപ്പോഴും മറന്നു പോകുന്ന, ഒരു കാലത്തും എന്താണ് തെറ്റിക്കാൻ പാടില്ലാത്ത ഒരാളാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സേവാമേ നാം പത്ത. സേവാമേ 2 അഡ്രസ് ആണ്. 2 നാം എന്ന് വെച്ചാൽ എന്താണ്? നെയിം ആണ്. പത്ത എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അഡ്രസ് ആണ്. ഓക്കെ, ഇതെന്റെ മക്കൾ എന്ത് ചെയ്യരുത്? തെറ്റിക്കാനേ പാടില്ല. ഇത് സേവാമയും നാം പത്ത എന്ന് എഴുതി ഒരു ബോക്സിൽ ഇട്ട് വെച്ചാൽ മതി. ആളുടെ പേരും അഡ്രസ്സും ഒന്നും എഴുതുക. അപ്പൊ ഞാൻ കുട്ടൂസിന് കത്ത് എഴുതുമ്പോൾ കുട്ടൂസൻ നിവാസ് ഒന്നും ഞാൻ എഴുതേണ്ട ആവശ്യമില്ല. സേവാമേ നാം 10 എന്ന് എഴുതി വെച്ചാൽ മതി. നമുക്ക് മാർക്ക് കിട്ടാൻ അത് മതി. ബോക്സിൽ നിർബന്ധമായിട്ടും വരച്ചിട്ടുണ്ടാവണം. കാരണം എന്താണ്? ഇത് നമ്മുടെ ലെറ്ററിന്റെ പുറത്ത് നമ്മൾ എഴുതുന്ന സാധനമാണ് ഈ 2 അഡ്രസ് എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യണം? നമ്മളത് ബോക്സിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇതാണ് നമ്മുടെ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എന്റെ മക്കൾ മറക്കാതെ ഇത് പഠിച്ചോളൂ. ഇത് ഇത്രയും നേരം എടുത്ത് നമ്മൾ പറയുന്നത് ഒരു കാരണവശാലും മക്കൾ തെറ്റിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ പോസ്റ്റർ ആണ്. പോസ്റ്റർ നമുക്ക് 2 ടൈപ്പായിട്ടാണ് ചോദിക്കാറ്. എന്താണ്? നമുക്ക് 2 ടൈപ്പായിട്ട് നമ്മുടെ പോസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്. എത്ര ടൈപ്പായിട്ടാണ്? ഓക്കെ, ഒന്നാമത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് സന്ദേശമാണ്. ശ്രദ്ധിച്ചോണേ, നിങ്ങൾക്ക് 2 പോസ്റ്റും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സന്ദേശം എന്ന് വെച്ചാൽ ഒന്നുമില്ല. നിങ്ങളോട് എന്താണ് ഇപ്പൊ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു പോസ്റ്റർ മിസ് പറയാം. അധ്യാപക ദിനമാണ്. അപ്പൊ അധ്യാപകരെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? കുറച്ച് എന്താണ് സന്ദേശ് ദേത്തെ ഹുവ. അധ്യാപകർ എന്താണ്? അധ്യാപകർക്ക് നമ്മൾ സമ്മാൻ കൊടുക്കണം, റെസ്പെക്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താണ്? സാധാരണ അധ്യാപകർ എന്താണ്? ഹമാരി ഗുരു എന്ന് പറയുന്നത് വളരെ വലുതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി വെക്കാം. സന്ദേശങ്ങൾ മാത്രം കൊടുത്താൽ മതി. വേറൊരു എക്സാമ്പിൾ മിസ് പറയാം. അപ്പം ജലം അമൂല്യമാണ് എന്നുള്ളതിൽ ഒരു എന്താണ് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ലേ? അതൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. അതൊക്കെ നമ്മുടെ ചെറിയ ക്ലാസ് സാധനമാണ്. മിസ് എക്സാമ്പിൾ പറയാണ്. ജലം അമൂല്യ ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ, സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് ജലത്തിന്റെ പിക്ചർ വരച്ചേക്കും, പിന്നെ പൈപ്പും ഭൂമി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരച്ചേക്കും. എന്നിട്ട് ജലം എന്താണ്? ജലം ഹമാര എന്താണ്? അത് ഹേ ഇത് ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്? പാനിക്ക സുരക്ഷ കർണ ചാഹിയെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ, സന്ദേശങ്ങൾ എഴുതി വെക്കും അല്ലെ. അപ്പൊ അതേപോലത്തെ പോസ്റ്ററാണ് എന്ത്? സന്ദേശം എന്ന് പറയുന്നത്. പിക്ചർ മാത്രം വരച്ചാൽ മതി. പിന്നെ എന്താണ്? അതേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതായത് ഓക്കെ, നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ മിസ് വരയ്ക്കുന്നുണ്ടേ. ഇവിടെ ക്ലബിന്റെ പേര് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. പിന്നെന്താണ്? കുറച്ച് പിക്ചറും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നു. സന്ദേശങ്ങൾ ഒരു 4 പോയിന്റ് എങ്കിലും, നിങ്ങൾ 10ാം ക്ലാസ്സിലായതുകൊണ്ട് ഒരു 4 പോയിന്റ് എങ്കിലും സന്ദേശം എഴുതി വെച്ചാൽ പോസ്റ്ററിൽ നമുക്ക് മാർക്ക് കിട്ടും.
ഓക്കെ, ഇവരൊന്നും കുഴപ്പമില്ല, ഇവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റും. വേറൊരു ടൈപ്പ് ഓഫ് പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്ററാണ് മക്കളെ ഈ പോസ്റ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാ ഉണ്ടാവുകയെന്നറിയോ? നിങ്ങളുടെ സ്കൂളിൽ എന്താണ് ഇപ്പം അധ്യാപക ദിനമായിട്ട് അധ്യാപകരെ അധ്യാപകർക്ക് സമ്മാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അധ്യാപകർക്ക് സമ്മാൻ കരോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷയത്തിൽ ഒരു സങ്കോഷ്ടി ഉണ്ട്. സങ്കോഷ്ടി നോക്കണേ, സങ്കോഷ്ടി മീൻസ് എന്താ അറിയോ? സെമിനാർ നടക്കുന്നുണ്ട്. നമ്മൾ അധ്യാപകരുടെ സമ്മാൻ കർണ ബഹത് ജറൂരി ഹേ. അധ്യാപകരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, ബഹുമതി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ് വിഷയമേ, ഈ ഒരു വിഷയത്തിൽ एक संगोष्ठी चल रहा है എന്ന് പറയാ, ഒരു സെമിനാർ നടക്കുന്നുണ്ട്. ഈ സെമിനാറിലോട്ട് എല്ലാവരും സബ്കോ സ്വാഗത് കർത്തേ ഹുവേ, എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട്, നോക്കണേ എങ്ങനത്തെ പോസ്റ്ററാണ്, എല്ലാവരും സ്വാഗത് കർത്തേ ഹുവേ, സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഗതം എവിടെ കണ്ടോ, സങ്കോഷ്ടി എവിടൊക്കെ കണ്ടോ മക്കളെ, ഇങ്ങനത്തെ പോസ്റ്ററാണ് എഴുതേണ്ടത്. നോക്കണം, ഇത് ശരിക്കും നമ്മുടെ ഇംഗ്ലീഷിലെ നോട്ടീസ് പോലത്തെ പോസ്റ്ററുകളാണ്. സങ്കോഷ്ടി പിന്നെന്താണ്, സ്വാഗതം എന്ന് പറഞ്ഞ എന്ത് കണ്ടാലും ഇങ്ങനത്തെ പോസ്റ്ററാന്നുള്ള കാര്യം ആലോചിക്കുക. മറ്റേലും നമുക്ക് സന്ദേശം എന്ന് മാത്രമേ തരുള്ളൂ. സന്ദേശം എന്ന് പറഞ്ഞ സാധനം മാത്രമേ തരുള്ളൂ. ഇത് സ്വാഗതം ചെയ്യുക എന്ന് കറക്റ്റ് തന്നിട്ടുണ്ടാവും. സ്വാഗതം ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, എന്താണോ വിഷയം ആ വിഷയം ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുക. ഇതിന്റെ ഫോർമാറ്റ് മാത്രമാണ് മിസ് പറയുന്നത്. എന്ത് വിഷയം വേണമെങ്കിൽ ആവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിക്കറ്റിന്റെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. ആ ക്രിക്കറ്റിന്റെ പരിപാടിക്ക് സ്കൂളിലോട്ട് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എഴുതണം. എന്താണോ വിഷയം ആ വിഷയം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും, അത് ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡേറ്റ് എഴുതുക. ഏത് ഡേറ്റിലാണ് സംഘടിപ്പിക്കുന്നത്, പിന്നെ ഏത് ടൈമിലാണ് സംഘടിപ്പിക്കുന്നത്, ഏത് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലാസ്റ്റ് പ്ലേസും കൂടി എഴുതാം. ഏത് പ്ലേസ് ആണ്, ഇപ്പൊ കോഴിക്കോട്, പിന്നെ കണ്ണൂര്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്ലേസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണ്, സബ്കാ സ്വാഗത്. ഈ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടാകണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ക്ലബിന്റെ പേരും എഴുതി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലബിന്റെ പേര് എഴുതി വെക്കുക. ഇനിയിപ്പോൾ ക്ലബ്ബ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ക്ലബ്ബ് എന്നെങ്കിലും എഴുതി വെക്കാം, എന്തെങ്കിലും എഴുതി വെക്കാം. AUP ക്ലബ്ബ് എന്നോ GUP ക്ലബ്ബ് എന്നോ SSA ക്ലബ്ബ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലബ്ബ് അങ്ങോട്ട് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത്. 2 ടൈപ്പ് പോസ്റ്റർ ഉണ്ട്, ഒന്ന് സന്ദേശവും ഒന്ന് സ്വാഗതം ചെയ്തുകൊണ്ടും എന്നുള്ള കാര്യം ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. റിപ്പോർട്ട്, സമാചാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും അഥവാ വരികയാണെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് മിസ് പറഞ്ഞു തന്നേക്കാം. ഒരു ഹെഡിങ് എന്തായാലും വേണം. ഒരു ബോക്സ് വരയ്ക്കണം. പത്രവാർത്തയാണ്, ഹെഡിങ് നിർബന്ധമാണ്, ഹെഡിങ് ഇട്ടേക്കണം. പിന്നെ എന്ത് ചെയ്യണം, ഏത് പ്ലേസിൽ വെച്ചിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത് ആ പ്ലേസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, മക്കള് എഴുതണം. ഏത് പ്ലേസ് ആണ് എന്നുള്ളത്, അത് ആ ഒരു കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്ലേസ് എഴുതുക. വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ അഥവാ എന്തെങ്കിലും കാരണവശാൽ എങ്ങനെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. ബോക്സ്, ഹെഡിങ്, പ്ലേസ്, 2 കുത്ത്, വേണമെങ്കിൽ ഡേറ്റ്, എന്നിട്ട് എന്താണോ നടന്നത് ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആശയം നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് കവിതയുടെ ആശയമാണ്. 2 കവിതകൾ, ഒരു കവിതയും ഒരു ഹൈക്കു, അല്ലെ? ഒരു 3 ഹൈക്കു ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് എങ്ങനെ വേണമെങ്കിലും ഏത് വേണമെങ്കിലും എന്ത് ചോദിക്കാം, ആശയം നമുക്ക് ചോദിക്കാം. മിക്കവാറും ചോദിക്കാൻ പോകുന്നത് മേരി ദുനിയാ കി തമാം ബച്ചേ എന്ന് പറയുന്ന ആ കവിതയുടെ ആശയമായിരിക്കും. ഓണം എക്സാമിന് മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് അതായിരിക്കും. കഴിഞ്ഞ ആ ഒരു മാരത്തോണിൽ, നമ്മുടെ എക്സാമിന്റെ ആ സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള മിനി മാരത്തോണിൽ നമ്മൾ മിസ് പറഞ്ഞിട്ടുണ്ട്, മേരി ദുനിയാ കി തമാം ബച്ചയുടെ ഫുൾ ആശയം പറഞ്ഞിട്ടുണ്ട്. അത് മക്കൾ പോയി കാണാം. അതേപോലെ തന്നെ ഹൈക്കു നമ്മുടെ മാരത്തോൺ ലൈവിൽ ഒന്നുകൂടി എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും മെഗാ മാരത്തോണിൽ. അപ്പം അതും മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ 2 ആശയവും നമ്മൾ ഇന്നത്തെ നമ്മുടെ മെഗാ മാരത്തോണിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്തെന്ന് പറയുന്നത്, കവിതയുടെ ആശയത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഇതും മിസ് എന്ത് ചെയ്യും, മാരത്തോണിൽ ജസ്റ്റ് ഒന്ന് മക്കൾക്ക് പറഞ്ഞു തരും. മാരത്തോണിൽ ഒന്ന് പറഞ്ഞു തന്നേക്കാം കേട്ടോ. അത് കഴിഞ്ഞാലുള്ളത് മക്കളെ പട്കഥയാണ്.
പട്കഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ വളരെ വിശദമായിട്ട് എടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, സമയം പോക്കുന്നില്ല. നമ്മുടെ പട്കഥ വരാൻ ചാൻസ് ഏതാണ്, നമ്മൾ നമ്മുടെ മിനി മാരത്തോണിൽ പറഞ്ഞതാണേ. നമ്മുടെ A+ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ലൈവിൽ പട്കഥ ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ ഏത് പട്കഥ വന്നാലും എങ്ങനെ എഴുതാം എന്നുള്ള ഒരു വീഡിയോ തന്നിട്ടുണ്ട്. അത് ലാസ്റ്റിലോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നിർബന്ധമായിട്ടും എൻ്റെ മക്കള് കാണുക. പട്കഥ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാരാ ചോദിച്ചാൽ ഇത് പട്കഥയാണ്. ഞാൻ ലാസ്റ്റ് വെച്ചത് നോക്കണ്ട, ഇയാൾ വരും. ഇയാൾ നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ, എന്തായാലും വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഖിഡ്കി എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും വരാം, റെയിൻ ബസേരിമ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് വരാം, വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും വരാം. ഈ ഒരു 3 പാഠത്തിൽ നിന്നും വരാം. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വായിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇത് മുഴുവൻ നിങ്ങൾ വായിച്ചാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, പട്കഥ എഴുതാൻ വേണ്ടി കിട്ടുള്ളൂ. എവിടൊക്കെ സംഭാഷണങ്ങൾ വരുന്നുണ്ടോ, സംഭാഷണത്തിന് എന്തെങ്കിലും ഒരു ചാൻസ് എവിടൊക്കെ വരുന്നുണ്ടോ അവിടെ നിന്നൊക്കെ എന്ത് വരാം, പട്കഥ വരാം. അതാണ് ഈ പട്കഥയുടെ ഒരു ഇതെന്ന് പറയുന്നത്. തിരക്കഥ അല്ലെ, നമ്മുടെ സിനിമാ കഥയാണ് തിരക്കഥ എന്നാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ തിരക്കഥ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ എക്സാമിന്റെ തൊട്ട് മുമ്പേ ഒക്കെ എടുത്ത് കാണുന്നതാണ് ഈ വീഡിയോ എങ്കിൽ ഇതൊന്ന് ജസ്റ്റ് നോക്കി പോയാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് മിസ് എന്ത് ചെയ്തത്, ഇതിട്ടേക്കുന്നത്. സീൻ 1 സ്ഥാനം എഴുതണം, സമയം എത്ര മണിയായിട്ടുണ്ടെന്ന് എഴുതണം, പിന്നെന്താണ് കഥാപാത്രങ്ങൾ ആരൊക്കെയാന്ന് എഴുതണം, കഥാപാത്രങ്ങളുടെ വയസ്സ് എഴുതണം, അത് കഴിഞ്ഞിട്ട് എന്താണ് വേഷഭൂഷ, അവരിട്ടേക്കുന്ന ഡ്രസ്സ് എഴുതണം, പിന്നെ ഘടന എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എഴുതണം, സംഭാഷണങ്ങളും എഴുതണം. ഓക്കെ, നമ്മൾ ഇതിന്റെ ഫോർമാറ്റ് വിശദമായിട്ട് ചർച്ച ചെയ്തെങ്കിലും ഒരു ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം കൂടി മിസ് ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. നമ്മളുടെ ഏത് യുവതിയും നമ്മുടെ ആരും പത്നിയും, ഖിഡ്കി എന്ന് പറഞ്ഞ ചാപ്റ്ററില് മറ്റേ ഷോള് വിൽക്കാൻ വരുന്ന ഒരു അതില്ലേ, ദീദി മേടിക്കൂ, ഷോള് മേടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് 150 250 എന്നൊക്കെ പറഞ്ഞ ആ വില പേശുന്ന ആ ഒരു ടൈമില്ലേ, ആ ടൈമിൽ നിന്ന് നമുക്ക് ഒരു കുറച്ച് ഭാഗം തന്നിട്ട് പട്കഥ എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ തുടങ്ങും? സീൻ 1 അല്ലെങ്കിൽ ദൃശ്യം 1 എന്ന് എഴുതുന്നു. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സീൻ 1 അല്ലെങ്കിൽ ദൃശ്യം 1 എഴുതുന്നു. സ്ഥാനം എന്തായിരിക്കും? റെയിൽ ഗാഡി ആയിരിക്കും, ട്രെയിൻ ആയിരിക്കും. അതേപോലെ സമയം ഏതായിരിക്കും? രാവിലെ എഴുതിയാൽ മതി. ഒരു 11 ബജെ നോക്കിയേ, സുബ 11 ബജെ. നമ്മൾ സുബ എന്നതിൽ ഇട്ടിട്ടില്ല, വേണമെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, സുബ 11 ബജെ, ഒരു 11 മണി ആയിട്ടുണ്ട് എന്നുള്ളത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? പത്നിയുണ്ട്, ഗച്ഛാരി ആംഖുമാലി യുവതിയുണ്ട്. അവർ രണ്ടാളും തമ്മിലാണ് സംസാരിക്കുന്നത് അല്ലെ. പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം? ഉമ്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിച്ചു വിടാം. എന്തൊക്കെയാണ്? പത്നിക്ക് നിങ്ങൾക്ക് ഒരു 35 സാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വേണമെങ്കിലും, ഇപ്പൊ എന്താണ് 50 വയസ്സ് ചേർക്കാം, ഒരു 35 ചേർക്കാം, 25 ചേർക്കാം, ഇഷ്ടമുള്ളത് അങ്ങോട്ട് ഇട്ടോളാം. ഒരു 40 സാലായിക്കോട്ടെ നമ്മുടെ യുവതിക്ക്, അങ്ങനെ ഇഷ്ടമുള്ള വയസ്സ് ചേർക്കാം. വേഷഭൂഷ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് യുവതി സാടി ആയിരിക്കും എടുത്തിട്ടുണ്ടാവും, ഷോളൊക്കെ വിൽക്കാൻ വന്നിട്ടുള്ള സ്ത്രീയാണ്, അതുകൊണ്ട് സാടി ആയിക്കോട്ടെ. പത്നി കുറച്ച് മോഡേൺ ആണ്, ഫാഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ സൽവാർ ഇടിപ്പിച്ചു കൊടുത്തു. പിന്നെ ഘടന നമ്മൾ എഴുതുന്നത്, ഘടന നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ ആ ഹിന്റ് ഉണ്ടല്ലോ, ഒരു ബോക്സ് തരത്തില്ലേ, ആ ബോക്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. വേണ്ട, അത് അറിയാത്തവർ പഠിച്ചോളൂ കേട്ടോ. നമ്മൾ എല്ലാ പട്കഥയും എന്ത് ചെയ്യുന്നുണ്ടാവും, മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അല്ലാത്തവർ പഠിച്ചിട്ട് പോകുക. അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പം ബയോളജി നമ്മുടെ സോഷ്യൽ എക്സാമും കൂടി ഉള്ളതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് മിസ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി പറയുന്നത് കേട്ടോ, ഫോർമാറ്റ് വെച്ചിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ യുവതി എന്ത് സംസാരിക്കും? ദീദി ജമ്മുക്കി ഷോൾ ലേലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവര് സംസാരിക്കുന്ന സംഭാഷണം. വേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വായിച്ചിട്ടിട്ട് പോകാം. ഇതിനു മുമ്പും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മെഗാ മാരത്തോണിൽ കുറച്ചുകൂടി എന്താണ് നിങ്ങൾക്ക് മലയാളമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഏകദേശം എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റ് ഒക്കെ പഠിച്ചാൽ തന്നെ നോക്കിക്കേ, ഇതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. വാർത്താലാപമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന കാര്യം. ചിലപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടത്തില്ല. പട്കഥ നിങ്ങൾക്ക് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ 2 മാർക്കോളം കിട്ടും. പിന്നെ വാക്യവിസ്താരക്കരെ നമ്മൾ ഷോർട്ടുകളൊക്കെ ആയിട്ട് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ. ആശയം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ ഈ 4 ആൾക്കാരുടെയും ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത്രയെങ്കിലും ചെയ്താൽ മക്കളെ ഹിന്ദി സെറ്റാണ്. പേടിക്കൊന്നും വേണ്ട, നന്നായിട്ട് എഴുതിയാൽ മതി. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് ഒന്നുമില്ല. സോ ഗോ ഫോർ ഇറ്റ്. എന്തായാലും നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.